നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം ഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയിട്ട് കാലം കുറിയായി. സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ച നിലപാടുകളാണ് ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന വിമർശനം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ വകുപ്പും ആഭ്യന്തര വകുപ്പും എതിരെ ഐക്യരാഷ്ട്രസഭ പോലും മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ സ്വീകരിച്ച നിസ്സംഗ സമീപനത്തിന്റെ തിക്ത ഫലം തന്നെയാണ് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 10 ജില്ലകളിൽ ഭീകരവാദ സംഘടനകൾക്ക് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികൾ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്നും മുർഷിദാബാദിൽ നിന്നും പിടികൂടിയ ഭീകരരുടെ കയ്യിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ ഈ കണ്ടെത്തൽ. കേരളം ഭീകരതയുടെ വളക്കൂറുള്ള മണ്ണായി മാറുമ്പോൾ ഉത്തരവാദികൾ ആര്? ഈ ഒരു വിഷയമാണ് ജനൻ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ അജിത് തറയിൽ, ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു, മുൻ ഡിവൈഎസ്പി ശ്രീ കൃഷ്ണകുമാർ, ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അജിത് തറയിലേക്ക്. ശ്രീ അജിത് തറയിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഇപ്പോൾ ഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞു. സമീപകാല സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തവുമാണ്. ഇന്നലെ അടക്കം പെരുമ്പാവൂരിൽ നിന്നും പിടികൂടിയ 3 ഭീകരർ, ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നും പിടികൂടിയ 6 ഭീകരർ, ഇവരിൽ നിന്നുള്ള ചോദ്യം ചെയ്യലുകളിലെയും നിർണായകമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് NIA ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മുമ്പ് ആഭ്യന്തര വകുപ്പും പ്രതിരോധ വകുപ്പും എതിരെ ഐക്യരാഷ്ട്രസഭ പോലും പലകുറി ആവർത്തിച്ചതാണ്. എന്നിട്ടും ഒരു നിസ്സംഗ സമീപനം നമ്മുടെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ പാലിച്ചതിൻ്റെ ഒരു തിക്ത ഫലം തന്നെയല്ലേ ഇത്? എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കോൺഗ്രസ് നോക്കിക്കാണുന്നത്? തീവ്രവാദികൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഒരാശങ്കയും അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1970 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ സാമൂഹ്യമായ മാറ്റം, കേരളത്തിലെ വിദ്യാഭ്യാസപരമായ വികസനം, കേരളത്തിലെ ജനമായ ഈ പുതിയ ആധുനിക സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അവരുടെ സാമർത്ഥ്യം, മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെ സാന്നിധ്യം, വിദേശ രാജ്യങ്ങളിലെ സാന്നിധ്യം, അതെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തീവ്രവാദികൾക്ക് കടന്നു വരാനും സ്വന്തം തിരിക്കുവാനും അവർക്ക് സ്ലീപ്പിംഗ് സോണുകളായി പ്രവർത്തിക്കുവാനും അവർക്ക് കഴിയുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാനും കഴിയുന്ന ഒരു സ്ഥലമായി മാറി എന്ന് പറയുന്ന വസ്തുത നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അതിവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കഴിവുകേട് കൊണ്ടാണ് എന്ന അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഇവിടെ ബോഡോ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തു, പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ ആളുകളെ അറസ്റ്റ് ചെയ്തു, പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, ISIയുടെ ആളുകളെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ അൽ ഖ്വയ്ദയുടെ ആളുകളെ അറസ്റ്റ് ചെയ്തു, ലഷ്കർ ഇ തോൾബയുടെ ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അത് മാത്രമല്ല, ജമീയത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പ്രസ്ഥാനം, എല്ലാം കുറെ നിഗമനങ്ങളാണ്, ആർക്കും എന്തും പറയാൻ കഴിയുന്ന നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങളെക്കപ്പുറത്ത് ഒരു യഥാർത്ഥ ബോധത്തോടെ ഈ സംസ്ഥാനത്തെ തീവ്രവാദികളായി രൂപാന്തരം പ്രാപിക്കുന്ന മലയാളികളെ, അപ്പോൾ അക്ഷയത്തിൽ ആരും മലയാളികളിൽ, ഞാൻ ഈ പറഞ്ഞത് വല്ലരാജു അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, ഇവരാരും മലയാളികളല്ല. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ആളുകളും ആന്ധ്രയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ കൂടി ഇവിടെ നിന്ന് ഒളിച്ചു താമസിക്കുന്ന ആളുകളാണ്. കാരണം ഒരു കാര്യം ഇവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സങ്കേതമൊരുക്കിയ ഒരു സ്ഥലം, അന്യസംസ്ഥാന തൊഴിലാളികളെ പരിപൂർണമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം
ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്ന് വ്യാജേന ജീവിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്തുക പ്രയാസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 3-4 വർഷമായി കേരള പോലീസ് എന്തിനേറെ പറയൂ, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് തലവരില്ല. യെസ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു അനാസ്ഥ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ ഒരു അവസ്ഥയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് കാരണക്കാർ, എന്തിനാണ് അവർ ഇത്തരമൊരു നിസ്സംഗ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമടക്കം അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ശ്രീ ആർ.വി. ബാബു, എങ്ങനെയാണ് നിലവിൽ കേരളത്തെ ഒരു സാഹചര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇന്ന് ഇനിയുടെ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 10 ജില്ലകളിൽ ഈ ഭീകര സംഘടനകളുടെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 21ഓളം പേർ ഇത്തരം ഭീകരവാദ സംഘടനകളുമായി നേരിട്ട് ബന്ധപ്പെടുന്നവരാണ് എന്നതാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത. എത്രത്തോളം ജാഗ്രതയോടെ ആശങ്കയോടെ നമ്മൾ സമീപിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്? കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തീവ്രവാദ സംഘടനകൾക്ക് എത്രമാത്രം വേര് കേരളത്തിൽ ഊന്നാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് 2003 മാറാട് നടന്ന കൂട്ടക്കൊല, 2005 പാതാളത്ത് നമ്മുടെ സിമിയുടെ യോഗം, വാഗമണിലെ സിമി ക്യാമ്പ്, പിന്നീട് നമ്മൾ ഓരോ സംഭവവും 2010 ആകുമ്പോൾ അധ്യാപകന്റെ കൈവെട്ട് കേസ്, നാറാത്ത് ആയുധ പരിശീലനം, അതിനുശേഷം നമ്മൾ കാണുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 4 പേര് കാശ്മീരിൽ വെടിയേറ്റ് മരിച്ച സംഭവം, പിന്നീട് 21 പേര് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട സംഭവം, ഇതിനിടയ്ക്ക് ബസ് കത്തിച്ച സംഭവം ഉണ്ടായി, നമ്മുടെ കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ സംഭവം, IK നായനാരെ വധിക്കാൻ വേണ്ടി പരിശ്രമിച്ച് 4 പേരുടെ ഒരു സംഘം നടത്തിയിട്ടുള്ള പരിശ്രമം, അവരെ അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഓരോന്നുമായിട്ട് എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ ഒരു മാല പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. മറുഭാഗത്തോ എത്രയെത്ര സ്ഫോടനങ്ങൾ കേരളത്തിൽ ഈ തീവ്രവാദ പരിസരത്ത് നിന്നുകൊണ്ടുണ്ടായി. എറണാകുളം കളക്ട്രേറ്റ് സ്ഫോടനം, കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടനം, കോഴിക്കോട് കളക്ട്രേറ്റ് സ്ഫോടനം, മിഠായി തെരുവ് സ്ഫോടനം, ബേപ്പൂർ ബോട്ട് സ്ഫോടനം, അതേപോലെ മലപ്പുറം കളക്ട്രേറ്റിലെ സ്ഫോടനം. ഇങ്ങനെ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൊക്കെ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളതും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ചാവേർ സ്ഫോടനങ്ങൾ നടന്നതിന്റെ ഒക്കെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കേരളത്തിൽ അത്തരത്തിൽ ഒരു സൂയിസൈഡൽ അറ്റാക്ക് നടന്നു, വലിയ തോതിലുള്ള ആൾനാശമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേരുകളുള്ള ഒരു വലിയ ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറയുക, ഇപ്പോൾ ഇന്നലെ NIA-യുടെ റെയ്ഡ് നടന്നു, 3 പേരെ അറസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്നും ഒക്കെ ആയിട്ട് പുറത്തു വന്ന പ്രസ്താവനകൾ, ചിലരുടെയൊക്കെ പ്രസ്താവനകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഈ NIA-യുടെ അറസ്റ്റ് ചെയ്ത സംഭവം യഥാർത്ഥത്തിൽ നിരപരാധികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. NIA പിരിച്ചുവിടാൻ കേരളം സുപ്രീം കോടതിയിൽ ഇപ്പൊ നിലനിൽക്കുന്ന കേസിൽ കക്ഷി ചേരണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇറക്കിയിട്ടുള്ള പ്രസ്താവന. മാത്രമല്ല, കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രമുഖനായിട്ട് നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ നടന്ന് പങ്കെടുക്കുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം ഈ NIA-യുടെ അറസ്റ്റിനെ വളരെ ദുരൂഹമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നിരപരാധികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ഇവിടെ വാർക്കപ്പണിക്ക് വന്ന ആളുകളെ NIA കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നു.
അപ്പോ NIA-ക്കെതിരെ അന്വേഷണ ഏജൻസിയെ ദുർബലപ്പെടുത്താനും അന്വേഷണ ഏജൻസിയെ ഇരുട്ടിൽ നിർത്താനും ഒക്കെയുള്ള അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള മുസ്ലിം സമൂഹം വേട്ടയാടപ്പെടുന്നു. മുസ്ലിങ്ങളെ ഇരകളാണ്, അവർ വേട്ടയാടപ്പെടുന്നു എന്നുള്ള ഒരു ബൗദ്ധിക പരിസരം കാലങ്ങളായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് രണ്ടിനെയും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇവിടെ യഥാർത്ഥത്തിൽ സക്കീർ നായിക്കിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ലഷ്കർ-ഇ-തോയ്ബ, ISIS തുടങ്ങിയിട്ടുള്ള സംഘടനകൾ കേരളത്തെ താവളമാക്കാനുള്ള കാരണം ഇതേപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതേപോലെ ചില NGO-കളുടെ മറവിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, മനുഷ്യാവകാശത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, സർക്കാരിന്റെ തന്നെ ചില സംവിധാനങ്ങളൊക്കെ, പോലീസിലെ ചില ഗ്രൂപ്പുകൾ ഒക്കെ ഈ പ്രവർത്തനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ ഉള്ള സാഹചര്യം കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ കേരളം താവളമാക്കുന്നത്. കേരളം താവളമാക്കുന്ന സാഹചര്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടും എന്നുള്ള ഉറപ്പും ആ ഒരു സാഹചര്യവും കേരളത്തിലുണ്ട്. ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ്. ശ്രീ റെജിനു കോസ, ഇവിടെ ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി വളരെ ജാഗ്രതയോടെ സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇതിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ കാണേണ്ട ഒരു സാഹചര്യമില്ല. കാരണം നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് ഭീകരതയുടെ വിളനിലമായി മാറി, ഭീകരരുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. മാറി എന്നല്ല പറയുന്നത്, ഒരുപക്ഷെ മാറിയേക്കാം. കാരണം ഇങ്ങനെ നമ്മൾ നിസ്സംഗതയോടെ നോക്കി നിന്നാൽ, കാരണം അന്യഭാഷാ തൊഴിലാളികൾ, വിവിധ ഭാഷാ തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തുന്നു. നിരവധി തൊഴിലെടുക്കുന്നവരുണ്ട്, അവർ മര്യാദയോടെ ജീവിക്കുന്നവരുണ്ട്, തൊഴിലെടുത്തുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ അതിൽ ഭീകരർ നുഴഞ്ഞു കയറുന്നു, വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. കഴിഞ്ഞ ദിവസം NIA 3 പേരെ പെരുമ്പാവൂരിൽ നിന്നും പാതാളത്തു നിന്നും പിടികൂടിയപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അതറിഞ്ഞത് പിന്നീട് മാത്രമാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരളം ഈ ഇത്തരക്കാർക്ക് സുരക്ഷിതമായ താവളമായി മാറുന്നു, മേഖലയായി മാറുന്നു എന്ന് വളരെ ഗൗരവത്തോടെ രാഷ്ട്രീയവും മതചിന്തകളും മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്പക്ഷതയോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നു? സുരേഷ്, എന്റെ TV കണക്ഷൻ വിട്ടിട്ട് ഒത്തിരി എന്റെ മൊബൈൽ കണക്ഷൻ പോയിട്ട് ഒത്തിരി സമയമായി, ആരും മൈൻഡ് ചെയ്യുന്നില്ല. വിധേയമാണ്, കർശനമായ നിയന്ത്രണങ്ങൾ അതിന് മുമ്പിൽ ഏർപ്പെടുത്തുന്നതാണ്. എന്റെ മൊബൈൽ കണക്ഷൻ പോയിട്ട് ഒത്തിരി സമയമായി, ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിന് പിന്താകുന്നതായിരിക്കും. പക്ഷെ ഇവിടെ കേരളം മാത്രം ഒരു തീവ്രവാദ മേഖല താവളമായിട്ട് വളർന്നു വന്നുള്ളൊരു ഭീതിജനകമായ അന്തരീക്ഷം മനഃപൂർവ്വം സൃഷ്ടിക്കരുത്. ഈ വിഷയം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ സുരേഷ് ഇടപെടത്തില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു കണക്ക് അവതരിപ്പിക്കാം. തമിഴ്നാട്ടിൽ നിന്നും ഇതേ സമയം തന്നെ 19 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നിന്നും 19 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. UP യിൽ നിന്ന് 22 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിനേക്കാളും കൂടുതൽ അവിടെ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ കേരളത്തിനെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് കേരളം ഭീകരവാദികളുടെ ഒരു താവളമാണ്, ഇവിടുത്തെ സംസ്ഥാന സർക്കാരും പോലീസും നിസ്സംഗരാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ വളരെ മോശമാണ്. കാരണം കേരളത്തിലെ പൊതുസമൂഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പൊ നമ്മുടെ സംസാരത്തെ താരതമ്യേന സുരക്ഷിതമായ ഈ സംസാരത്തെ ഇങ്ങനെ ഭീകരവാദികളുടെ താവളം എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. ഈ പൊതുസമൂഹത്തിനോട് ഇതൊരു പാതകമാണ്. RV ബാബുചേട്ടൻ പറയുന്ന സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം തീവ്രവാദത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ നമുക്കറിയാം അമേരിക്ക ചരിത്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങൾ ഒന്നായിരുന്നു ഉറച്ച ദിവസം കൊണ്ട് നടത്തിയത്. IS തീവ്രവാദത്തിൽ സിറിയയിൽ നടത്തിയിരിക്കുന്ന നരനായകനെ കുറിച്ച്. പക്ഷെ അതിന്റെ പേരിൽ നമ്മളൊരു പ്രത്യേക ഒരു വിഭാഗത്തെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്നവർ മുഴുവൻ ഇങ്ങനെയാണ്, അന്യസംസ്ഥാനക്കാരെല്ലാം അതിലൂടെ നുഴഞ്ഞു കയറുന്നു, വിദേശത്തെ മലയാളികൾ താമസിക്കുന്നതിനോട് വരാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിന്റെ വസ്തുതകളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അത് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇവിടെ ഇപ്പൊ സംഭവിച്ചതല്ല, ഇവിടെ ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് മുമ്പിൽ പല ഉദാഹരണമുണ്ട്. നേരത്തെ ബാബുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സിമി, പിന്നെ ഇവിടെ വാഗമണിലെ സിമിയുടെ ക്യാമ്പ് അത് കസ്റ്റഡിയിലെടുത്ത ആരാണ്? സംയുക്തമായ ബന്ധത്തിലൂടെയാണ്. അന്ന് DYSP ആയിരുന്ന ഇന്നത്തെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ജോർജിന്റെ നേതൃത്വത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. കരകവലയെന്ന് പിടിച്ചത് എങ്ങനെയാ പിടിച്ചത്? അന്ന് നമ്മുടെ തന്നെ കണ്ണൂർ DYSPയുടെ നേതൃത്വത്തിൽ സംയുക്തമായിട്ടാണ് ഇതിനെ അറസ്റ്റ് ചെയ്തത്. എന്തിനങ്ങോട്ട് പോകുന്നു? ഭീകരനായ, അതായത് നമ്മുടെ കേരളം ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റ് എന്തായിരുന്നു? മണ്ണാർക്കാട് സംഭവിച്ചതാ. അവിടെ ഒരു കാസറ്റ് നടത്തിക്കൊണ്ട് IS തീവ്രവാദികളുടെ ഒരു റിക്രൂട്ട്മെന്റ് ഏജന്റ് ആണെന്നാണ് അന്ന് സംസ്ഥാന സർക്കാർ NIA-യിൽ പുറത്തുവിട്ടത്. രാത്രി 1 മണിക്ക് പിടിച്ചതാരാ? കേരള സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലുള്ള പോലീസും NIA-യും കൂടി സംയുക്തമായിട്ടാ
സുരക്ഷ നമ്മൾ മനസ്സിലാക്കണം. ദേശീയ സുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതാത് സംസ്ഥാനത്തെ പോലീസും ദേശീയ സുരക്ഷാ ഏജൻസിയോട് സംയുക്തമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഇപ്പൊ ഈ ചർച്ച വന്നില്ലെങ്കിൽ പോലും ഇന്നും ഇന്നലെയായിട്ട് കേരളത്തിലെ പല സോഷ്യൽ മീഡിയയിലും വരുന്ന വളരെ മോശമായ വളരെ ദോഷകരമായ ഒരു കമന്റ് ഉണ്ട്. അറിയോ, കേരള പോലീസ് അറിഞ്ഞില്ല, എന്നെ നേരിട്ട് എന്നാണ് ഈ പറയുന്ന പെരുമ്പാവൂരിൽ നിന്ന് ഈ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തത്. തെറ്റാണ്. തലേദിവസം തന്നെ എന്നെയും പിന്നെ നമ്മുടെ പോലീസ് സംവിധാനം കൂടി സംയുക്തമായിട്ട് നീക്കിയ ഒരു നീക്കത്തിന്റെ ഫലമായിട്ടാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. ശ്രീ റെജിലുക്കോസ്, ഈ NIA ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് DGP ലോക്നാഥ് ബെഹ്റ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞത്. പിന്നീടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് NIAയുടെ ഈ ഒരു സെർച്ച് ഉണ്ടായത്, പരിശോധന ഉണ്ടായത്, കണ്ടെത്തലുകൾ ഉണ്ടായി. അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ്. അതിലേക്ക് എത്താം. ശ്രീ കൃഷ്ണകുമാർ, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ റെജിലുക്കോസ് പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ ആ കണക്കുകളൊക്കെയും കേരളത്തിന്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എത്രയോ കുറവാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും IS-ലേക്ക് റിക്രൂട്ട് ചെയ്തത് കേരളത്തിലുള്ള ആൾക്കാരാണ്. അതും വടക്കൻ ഭാഗങ്ങളിലുള്ള, വടക്കൻ കേരളത്തിലുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് മേഖലയിലുള്ള യുവാക്കളെയാണ്. അത്തരം ഒരു അവസ്ഥയെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സുരക്ഷിതമായ ജീവിതത്തിന്, സ്വസ്ഥമായ ഒരു ജീവിതത്തിന് ഭൂഷണമാണോ? നമ്മുടെ ഭാവി തലമുറയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ എല്ലാ ആൾക്കാർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടമായി നമുക്കതിനെ കാണാൻ സാധിക്കില്ലേ? എങ്ങനെയാണ് ഈ ഒരു കേസിന്റെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നത്? ഞാൻ ശ്രീ റെജിലുക്കോസിന് ചെറിയ തെറ്റുപറ്റിയതാണ്, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പം നേരെ ആർഗ്യൂ ചെയ്യാനല്ല കേട്ടോ മിസ്റ്റർ റെജിലുക്കോസ്, ഫാക്ട്സ് പറയുകയാണ്, ഫാക്ട്സ്. കാരണം ഒന്ന്, ഈ വാഗമൺ കേസ് അതിൻ്റെ FIR എൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അത് ഒരു കാര്യം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ചില അൻസാർ മൗലവി എല്ലാം പിടിച്ച സമയത്ത് അവരുടെ ഡെപ്പോസിഷനിൽ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ക്യാമ്പ് നടന്നതിനെക്കുറിച്ച് വിവരം കിട്ടിയതിന് ശേഷം അതിന് മുമ്പ് തന്നെ ശരിക്കും സ്റ്റേറ്റ് പോലീസിന് വിവരം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് ഫാക്റ്റ്. ലോക്കൽ പോലീസ് മടിച്ചു അത് കേസെടുക്കാനായിട്ട്. ഇത് അതിന് നമ്മൾ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല, ഇതെല്ലാം ഫാക്റ്റാണ്. ആ ലോക്കൽ ആൾക്കാർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതിനുശേഷമാണ് എൻ്റെ അടുക്ക റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. റെജിലുക്കോസിന് തെറ്റുപറ്റി വേറൊരു കാര്യമുണ്ടത്. റെജിലുക്കോസ് ഉദ്ദേശിച്ചത് പാനായിക്കുളം ക്യാമ്പാണ്. പാനായിക്കുളം ക്യാമ്പ്. കാരണം വെച്ചാൽ അതാണ് റെജിലുക്കോസ് ഉദ്ദേശിച്ചത്. അവിടെ സംയുക്തം എന്നുള്ളതല്ല, ആദ്യം പിടിച്ചത് ലോക്കൽ പോലീസാണ്. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട 5 പ്രതികളെ വേണ്ട രീതിയിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടായെന്നുള്ള ഫാക്റ്റാണ്. ഇത് റെജിലുക്കോസും എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്ന, ലോക്കലായിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് 14 മിസ്ഗൈഡഡ് ആയിട്ടുള്ള യുവാക്കൾ ആ കേസിൽ പിന്നെ NIAയുടെ ചാർജ് ഷീറ്റിൽ പെടേണ്ടി വന്നു. കാരണം NIAക്ക് യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനകത്ത്. ആ രീതിയിലേക്ക് വന്നു NIA ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോഴേ. അപ്പോൾ അതാണ് അതിൻ്റെ ഫാക്റ്റ്. അതൊരു സംയുക്തമായിട്ടുള്ള ഇതല്ല. അത് ഒരു കാര്യം. രണ്ടാമത്തെ സംഗതി, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് സതുദ്ദേശമുള്ള ആൾക്കാരാണ് എല്ലാവരും എന്നുള്ള എൻ്റെ വിശ്വാസം. എല്ലാ രാഷ്ട്രീയക്കാരും തീവ്രവാദം വരുന്ന സമയത്ത് സതുദ്ദേശമാണ്. പക്ഷേ നമ്മളെ എന്തിനെ ജഡ്ജ് ചെയ്യുന്നത് ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇന്റേണൽ സെക്യൂരിറ്റി DYSP ആയിരുന്ന സമയത്ത് ബാംഗ്ലൂർ ബ്ലാസ്റ്റിൽപ്പെട്ട ആൾക്കാരെ ഞാൻ അവിടെ പോയിട്ട് ചോദ്യം ചെയ്തതാണ്. തടിയൻ്റെ അവിടെ നസീറിനെ, അദ്ദേഹത്തിൻ്റെ കൂടെ ബംഗ്ലാദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിനെ, അതുകൂടാണ്ട് അഹമ്മദാബാദ് ബ്ലാസ്റ്റിൽപ്പെട്ട അബൂബാഷ്, ഖയാമുദ്ദീൻ, അവരെയുള്ളവരെ, ഉജ്ജയിനിൽ പിടിച്ച ഖയാമുദ്ദീനെ, ഇവരെല്ലാം നേരിട്ട് ഞാൻ ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് അവരുടെ കേരള ലിങ്ക് നമ്മുടെ ഇൻ്റലിജൻസിന് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അത് മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ എല്ലാവരുമായിട്ട് ഞാൻ ഇതിൻ്റെ ഫാക്റ്റുകൾ യാതൊരു മടിയും കൂടാണ്ട് ഇങ്ങനൊരു വിഭാഗം മിസ്ഗൈഡഡ് ആയിട്ടുള്ള ആൾക്കാർ അവരിതിനകത്ത് ചെന്ന് പെടുന്നുണ്ടെന്നുള്ളത് അവരുടെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരും വസ്തുതകൾ പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാനോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഒരു സത്യമാണ്. നമ്മുടെ 2001 സിമി എന്ന സംഘടന നിരോധിച്ചതിന് ശേഷം അതിനെ തുടർന്ന് ഈ സിമിക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ വന്നതിൻ്റെ പല ഭാഗങ്ങളും പല ആൾക്കാരും പല സംഘടനകളിൽ കയറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർ തന്നെ ആ സംഘടനകൾക്ക് ഒരു തലവേദനയായിട്ട് മാറുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ കാണുന്ന പല സംഘർഷങ്ങളും, ചില പ്രത്യേക സ്ഥലങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഒരു വിഭാഗത്ത് ഈ തീവ്രവാദ സംബന്ധമായിട്ടുള്ള അതിൽപ്പെട്ട ആൾക്കാരും മറുവശത്ത് സാധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളായിട്ട് മാറുന്ന കാഴ്ച കാണുന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതാണ് ഈ അക്രമ രാഷ്ട്രീയത്തിലേക്ക് പല സ്ഥലങ്ങളിൽ അങ്ങനെ പോകുന്ന ഈ തീവ്രവാദ അത് ഐസൊലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കയ്യിൽ അത് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തിൽപ്പെട്ട ആൾക്കാരെ, മുസ്ലിം ലീഗ് ആണെങ്കിൽ അവർ, ഇടതുപക്ഷമാണെങ്കിൽ അവർ, കോൺഗ്രസ് ആണെങ്കിൽ അവർ, BJP ആണെങ്കിൽ അവരെല്ലാവരും അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത് ഓപ്പണായിട്ട് മീഡിയയിൽ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. വേറൊരു സംഗതി എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ തീവ്രവാദത്തിൽപ്പെട്ട ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഫോടനങ്ങൾക്കും അവിടെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കും പങ്കുവഹിച്ചിരുന്ന എല്ലാ സ്ഥലത്തും പോയിട്ട് പല സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലാ തലങ്ങളിലും നടന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ, അതുപോലെ ജീവഹാനി സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിൽ അവിടെയൊക്കെയും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം. ശ്രീ അജി തറയിലേക്ക്. ശ്രീ അജി തറയിൽ, നേരത്തെ താങ്കൾ പറഞ്ഞു ഇടത് വലത് മുന്നണികളെ കുറ്റം പറയുമ്പോൾ, ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട് കുറ്റം പറയുമ്പോൾ അത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തെ കുറ്റം പറയേണ്ട സാഹചര്യമില്ല എന്ന്. പക്ഷേ 2012 രഹസ്യാന്വേഷണ വിഭാഗ മേധാവിയായി TP സെൻകുമാർ പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ, റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. കേരളത്തിൽ ഇത്തരം ഭീകര സംഘടനകൾ സജീവമാകുന്നു, അതിൻ്റെ തുടക്കം, പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ. പിന്നീട് വന്ന ഹേമചന്ദ്രനും അത്തരം നൂറുകണക്കിന് റിപ്പോർട്ടുകൾ തന്നെയാണ് സർക്കാരിന് നൽകിയത്. പക്ഷേ വേണ്ടത്ര ഒരു ഇടപെടൽ ആ ഒരു കാലയളവിലടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നില്ലേ? അവിടെ വലതുപക്ഷത്തിനും മാറി നിൽക്കാൻ സാധിക്കുമോ? എന്താണ് താങ്കളുടെ മറുപടി? അല്ല, UDF ഗവൺമെന്റുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ ഗവൺമെന്റുകളാണ്. അത് ഓരോ കാലഘട്ടങ്ങളിലും UDF കാലത്തുള്ള ഇന്റലിജൻസ് സംവിധാനമാണെങ്കിലും അതിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനമാണെങ്കിലും അത് നന്നായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അന്ന് ഒന്നും ഇവിടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ആരും പരാതിപ്പെട്ടില്ലല്ലോ. ഇവിടെ എത്ര തീവ്രവാദ കേസുകൾ അന്നുണ്ടായി ഉള്ള സംഭവം. നിങ്ങൾക്കറിയാം, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് SP-യുടെ നേതൃത്വത്തിലുള്ള, തീവ്രവാദത്തെ കുറിച്ച് അന്വേഷിക്കേണ്ട SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്വാഡാണ്. അതിന് തലവനില്ല. അതുപോലെ ആഭ്യന്തര സുരക്ഷത്തെ റിട്ടയർഡ് DSP പറഞ്ഞ പോലെ ആഭ്യന്തര സുരക്ഷ വിഭാഗം, ആഭ്യന്തര സുരക്ഷാ വിഭാഗം ADGP-യുടെ നേതൃത്വത്തിലുള്ള ആണ്. അതിനും തലവനില്ല. അപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തീവ്രവാദ കാര്യങ്ങളെയും ആഭ്യന്തര സുരക്ഷയെയും കുറിച്ച് അന്വേഷിക്കേണ്ട 2 ഡിപ്പാർട്ട്മെന്റുകളിൽ, 2 വിഭാഗങ്ങളിൽ അത് ഉത്തരവാദിത്തപ്പെട്ട തലവന്മാര് തന്നെ ഇല്ല. ആ തലവന്മാരില്ലാതെ പോയത് ആ വിഷയത്തോടുള്ള നിസ്സംഗതയാണ് ഗവൺമെന്റിന്റെ. ആ വിഷയത്തോടുള്ള സമീപനമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റിട്ടയർഡ് DSP ശ്രീ കൃഷ്ണകുമാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സിമി നിരോധിച്ച ശേഷം സിമിയിലുണ്ടായിരുന്ന ആളുകൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും പല സംഘടനകളിലേക്കും ചേക്കേറിയെന്ന്. എന്തിനേറെ പറയുന്നു, സിബിയിലുണ്ടായിരുന്ന ആള് കേരള മന്ത്രിസഭയിൽ ഇന്ന് അംഗമായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ തടയാൻ കഴിയുക? അപ്പോൾ ആ ഒരു ടോൺ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ലാഞ്ച ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഗവൺമെന്റിന് വേണ്ട രീതിയിൽ ഇന്ന് ആഗോള തലത്തിൽ, ഇപ്പോൾ ഞാൻ പറയാം, ഇവിടുത്തെ അൽ ഖ്വയ്ദ ലോകത്തുണ്ടാക്കിയ വലിയൊരു പിന്മാറ്റം അല്ലെങ്കിൽ അവരുടെ ബില്ലാളിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു മുന്നേറ്റം അവസാനിച്ച് അൽ ഖ്വയ്ദയുടെ ആസ്ഥാനങ്ങൾ മുഴുവൻ IS കരസ്ഥമാക്കി.
അൽ ഖ്വയ്ദയുടെ സ്ഥാനം IS ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ IS അത് മുന്നോട്ട് പോയതിനു ശേഷം ഇപ്പോൾ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അൽ ഖ്വയ്ദ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഗൾഫ് നാടുകളിൽ ഇസ്രായേലുമായും അമേരിക്കയുമായും യോജിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെതായ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനും തുർക്കിയും ഇറാനും മലേഷ്യയും അടക്കമുള്ള സംസ്ഥാന രാജ്യങ്ങളിലേക്ക് ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ എല്ലാ പ്രവർത്തന സരണികളും ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചയെല്ലാം കാണുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തെ നമുക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയില്ല. ആ പശ്ചാത്തലത്തെ നമ്മൾ തീർച്ചയായും അടിച്ചമർത്തണം. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഓപ്പറേഷൻ ബിജീസ്. അത് എന്ന് പറഞ്ഞാൽ 500 ആളുകളെ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് യാസിൻ അദ്ദേഹം 500 ആളുകളെ പിന്തിരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ തീവ്രവാദ ബന്ധപ്പെട്ടു പോകുന്ന തീവ്രവാദത്തിന്റെ തണലിലേക്ക് പോകുന്ന ആകർഷിച്ചു പോകുന്ന ചെറുപ്പക്കാരെയും മറ്റുള്ളവരെയും കൗൺസിൽ ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയ കുറെ കാലങ്ങളായി നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിട്ട് പോലും ആ മേഖലയിൽ കടന്നു ചെല്ലാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ UDF ആണെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഭീകരവാദത്തിനെയും തീവ്രവാദത്തിനെയും, ഞാൻ ഭീകരവാദം എന്നും ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ബോഡോ കലാപകാരികൾ കേരളത്തിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്, മാവോ റിപ്പബ്ലിക്കുകാർ പിടിക്കപ്പെട്ടിട്ടുണ്ട്, മാവോ റിവിഷനിസ്റ്റുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ തരത്തിലുള്ള തീവ്രവാദികളും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കിട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു കേരളത്തിൻ്റെതായ പശ്ചാത്തലം ഉപയോഗിക്കാൻ ഇത്തരം ഭീകര സംഘടന കഴിഞ്ഞത് ഒന്ന് ഇവിടുത്തെ മനസ്സ്, കേരളത്തിലെ മനസ്സ്, ജനങ്ങളുടെ മനസ്സ് പ്രതികരണത്തിന്റെ മനസ്സാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണാത്മക മനസ്സുള്ളത് കൊണ്ട് ഇവരെല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും പിന്തുണക്കുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്. ആ കേരളത്തിന്റെ ആ മനസ്സാന്നിധ്യമാണ് ഒരു പരിധിവരെ ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിപ്ലവകാരികൾക്കാണെങ്കിലും തീവ്രവാദികൾക്കാണെങ്കിലും അത് കടന്നു വരാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയ പ്രവർത്തകന്മാരും ജാതി മത ഭേദമന്യേ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഒരാൾ വന്നാൽ, ഇവിടെ കാശ്മീരിൽ പോയ 4 തീവ്രവാദികളിൽ ഒരു തീവ്രവാദി മലയാളി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കെതിരെ പോയ നടന്ന എന്റെ മകനെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയാണ് കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ മനസ്സിന്റെ ജനകീയ ബോധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുപോലെയുള്ള ഒരു ബോധവൽക്കരണം കേരളത്തിന്റെ സാമുദായിക സംഘടനകളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, അതുപോലെയുള്ള മറ്റു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വിപ്ലവകാരികൾക്ക് സൂര്യകുത്താൻ ഇടം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കണം. അതിൻ്റെ ഒപ്പം കേരളത്തിന്റെ ഭരണകൂടങ്ങൾ ഈ പറഞ്ഞ പഴയ കാലങ്ങളിൽ ഞാനൊരു തീവ്രവാദ രാഷ്ട്രീയ നിലപാടാണ്, സാമുദായിക തീവ്രവാദ നിലപാടായിരുന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടിക്കുന്ന അവസരം അവർക്ക് ഈ രാജ്യത്ത് സ്വൈരമായി വിഹരിക്കാനുള്ള അവസരമായി കാണുന്ന പ്രവണതയും അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചാൽ ഇവിടെ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ശ്രീ RV ബാബു, ശ്രീ അജയ് തറയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യമായ ഒരു പശ്ചാത്തലമുണ്ട് ഇതിനോടും പ്രതികരിക്കുക എന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഭീകരതയുടെ ഒരു താവളമായി കേരളം മാറുമ്പോൾ അതിനെ കേവലം ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് ചുരുക്കാൻ സാധിക്കുമോ? ഇടത് മുന്നണിയാണോ വലത് മുന്നണിയാണോ ഇത്തരം ഭീകരതയുടെ
ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളല്ല എന്ന ഉത്തരമാണ് അവർ നൽകുന്ന മറുപടി. പക്ഷേ പിന്നിൽ ആര് ഇത്തരമൊരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചത് എന്ന ചോദ്യം പ്രസക്തമാകുമ്പോൾ ഉത്തരത്തിൽ നിന്നും അവർ പിന്മാറുകയാണ്, മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറുമോ എന്ന ഭയമാണ് എല്ലാവരിലുമുള്ളത്. അതിൽ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, മറ്റ് മതസ്ഥരുണ്ട്. എത്രത്തോളം ഒരു ജാഗ്രത ഇനിയെങ്കിലും നമ്മുടെ നാടിന് അനിവാര്യമാണ്? ആരൊക്കെയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഈ ഇടപെടലുകളിൽ? ഇവിടെ ശ്രീ സുരേഷ് ചോദിച്ച ചോദ്യം, അതിൻ്റെ ഒരു ഭാഗികമായ ഉത്തരം ശ്രീ അജയ് തറയിലിന്റെ മറുപടിയിലുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഓപ്പറേഷൻ PG1 കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ 2017 അതിനെക്കുറിച്ച് ഒരു വാർത്ത കൊടുത്തപ്പോഴും 500 പേരെ എന്നുള്ളതല്ല ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത്, 350 പേരെ എന്നാണ്. ഇരിക്കട്ടെ, 500 ആണോ 350 ആണോ എത്രയായാലും അത്രയും പേരെ ഡീറാഡിക്കലൈസ് ചെയ്തു എന്നാണ്. ഡീറാഡിക്കലൈസ് ചെയ്ത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് അവർ പറയുന്ന കണക്ക് 118 പേര് കണ്ണൂരിൽ നിന്ന് IS ചേരാൻ തയ്യാറായിരുന്ന ആൾക്കാരെ തിരിച്ച് ഡീറാഡിക്കലൈസ് ചെയ്തു എന്നാണ്. 89 പേര് മലപ്പുറം, കാസർഗോഡ് 66, അങ്ങനെ കോഴിക്കോട് 25. തയ്യാറാവാതിരുന്ന 30 പേരുണ്ട് എന്ന് മുഹമ്മദ് യാസിൻ പറഞ്ഞു. 30 പേര് കൺഫേം ആയിട്ട് ഞങ്ങൾ IS ചേരും എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആൾക്കാരുണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാനിവിടെ ചോദിക്കുന്നത്, ആരാണ് ഇവരെ റാഡിക്കലൈസ് ചെയ്യുന്നത്? റാഡിക്കലൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ്? ആ ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റുകൾ നാളിതുവരെ എടുക്കുന്നത്? ഇവിടെ അടുത്ത ദിവസമാണ് നമ്മൾ മുജാഹുദ്ദീൻ ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ ഒക്കെ കുറെ നാളുകളായിട്ട് നമ്മുടെ യൂട്യൂബിൽ പ്രചരിക്കുന്നതാണ്. അടുത്ത ദിവസം നാഷണൽ മീഡിയ അത് വ്യാപകമായിട്ട് എടുത്ത് ചർച്ച ചെയ്യുകയും വലിയ തോതിൽ അത് വിവാദമാവുകയൊക്കെ ചെയ്തു. എന്താണ് മുജാഹുദ്ദീൻ ബാലുശ്ശേരി പറയുന്നത്? 10 വർഷം കൊണ്ട് കേരളത്തെ നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാം. 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാം. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അള്ളാഹുവിലൂടെ അല്ലാതെ സ്വർഗത്തിലെത്താൻ സാധിക്കില്ല. ഗുരുവായൂരപ്പ എന്ന് വിളിച്ച ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോകൂ. ക്ഷേത്രത്തിന് 10 രൂപ സംഭാവന കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന മതപ്രഭാഷകന്മാർ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഡസൻ കണക്കിന് ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. എന്ത് നടപടിയാണ് ഈ ഇടതുപക്ഷ സർക്കാർ അവർക്കെതിരെ ഇതുവരെ എടുത്തിട്ടുള്ളത് എന്ന് റജി ലൂക്കോസിന് പറയാമോ? അവരെ ജയിലിലടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവരിന്നും സ്വതന്ത്രമായി ഈ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങനെയല്ലേ റാഡിക്കലൈസേഷൻ നടക്കുന്നത്? നമ്മുടെ കേരളത്തിലാണ് ഈ കൊച്ചിയില് ചക്കരപ്പറമ്പില് പീസ് ഇന്റർനാഷണൽ എന്നുള്ള സ്കൂള് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള പാഠപുസ്തകത്തില് എങ്ങനെ 2ാം ക്ലാസ്സിലെ കുട്ടിയോട് പഠിക്കുക, എങ്ങനെ കൂടെ പഠിക്കുന്ന കുട്ടികളെ മതപരിവർത്തനം നടത്താം എന്ന് പഠിപ്പിക്കുന്നു. അതാരാണ് വിവാദമാക്കിയത്? അതൊരു രക്ഷകർത്താക്കൾ വിവാദമാക്കി, സർക്കാരിന് നിവൃത്തിയില്ലാതെ ഇടപെടേണ്ടി വന്നു. അത് ആ സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരുന്നു. ഇങ്ങനെ നഗ്നമായി മതമൗലികവാദവും തീവ്രവാദവും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ റജി ലൂക്കോസെ, കഴിഞ്ഞ സർക്കാർ ഒരു കണ്ടിന്യൂവേഷൻ ആണല്ലോ. അത് UDF സർക്കാരിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. UDF സർക്കാരിന്റെ കാലത്താണ് കേരള ഹൈക്കോടതിയിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ്, സിമിയുടെ മറ്റൊരു രൂപമാണ് പോപ്പുലർ ഫ്രണ്ട്. സിമിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നത്. ഇവര് അങ്ങേയറ്റം തീവ്രവാദികളാണ്, ഇവര് നിരോധിക്കപ്പെടേണ്ട പ്രസ്ഥാനമാണ് എന്ന് സംസ്ഥാന സർക്കാർ അഫിഡാവിറ്റ് കൊടുത്തത് കേരള ഹൈക്കോടതിയിൽ. ആ നിലപാട് ഇടതുപക്ഷ സർക്കാരിനുണ്ടോ? ആ നിലപാടനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിന് എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇപ്പോ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ കാര്യം, CAA സമരത്തിന് എതിരായി ആന്റി CAA സമരം സംഘടിപ്പിക്കാൻ 120 കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് മൊബിലൈസ് ചെയ്തു. 120 കോടി രൂപ മൊബിലൈസ് ചെയ്ത് ഈ ആന്റി CAA സമരം സംഘടിപ്പിക്കാൻ വേണ്ടി 39 അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപ വിതരണം ചെയ്തു.
ആ പോപ്പുലർ ഫ്രണ്ടിനോടുള്ള സമീപനം എന്താണ്? നിങ്ങൾക്ക് നിയമപരമായിട്ട് ജാർഖണ്ഡ് സർക്കാർ നിരോധിച്ച പോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ? കേരള സർക്കാർ തയ്യാറുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടാൻ കേരള സർക്കാർ തയ്യാറുണ്ടോ? ഇവിടെയൊക്കെയാണ് നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. ഇവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞില്ലേ, മാവോയിസ്റ്റുകൾക്ക് വളമായി പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് എന്ന്. ആ തീവ്രവാദ സംഘടനകളെ കണ്ടെത്തി നിയന്ത്രിക്കാനും നിരോധിക്കാനും അതിന് കർശനമായ നടപടികളെടുക്കാനും എന്ത് നിലപാടാണ് ഈ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത്? അഭിമന്യു വധക്കേസിലെ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് എത്ര കാലം പിടിച്ചു? അയാളെ അറസ്റ്റ് ചെയ്തതല്ല, അയാൾ സറണ്ടർ ചെയ്തതാ. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അഭിമന്യു വധക്കേസിന്റെ 1-ാം പ്രതിയെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതല്ല, അയാൾ സറണ്ടർ ചെയ്തതാ. ഇങ്ങനെ എത്ര കേസുകളിലെ 1-ാം പ്രതി, കൈവെട്ട് കേസിലെ 1-ാം പ്രതി അടുത്ത കാലത്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ തീവ്രവാദ കേസുകളിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നു, കേസുകൾ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതിന് ഉപരിയായിട്ട് ഈ തീവ്രവാദത്തെ താലോലിക്കുന്ന, അതിനെ സൈദ്ധാന്തികമായി പിന്തുണയ്ക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് റെജി ലൂക്കോസെ, നിങ്ങളുടെ സൈദ്ധാന്തിക ആചാര്യൻ എന്ന് നിങ്ങൾ കൊണ്ട് നടക്കുന്ന സുനിൽ പി ഇളയടത്തിന്റെ യൂട്യൂബില് പ്രസംഗം നിങ്ങൾക്ക് കാണാം. ഞാൻ അസത്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് CPM-ന് സഹവർത്തിച്ചു കൊണ്ടേ പോകാൻ സാധിക്കൂ. അതിനോട് സന്ധി ചെയ്യണം, അവർ പറയണത് നമ്മൾ കേൾക്കണം. എന്നാൽ ഹിന്ദുത്വത്തോട് നിങ്ങൾക്ക് നിരന്തരമായി യുദ്ധം ചെയ്യേണ്ടി വരും, ഒടുക്കത്തെ യുദ്ധം. ഇങ്ങനെ കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സഹവർത്തിക്കണമെന്നും സഹകരിക്കണമെന്നും സൈദ്ധാന്തികമായും താത്വികമായും നിലപാടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ കഴിയുക? അത് മദനിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തിലും നമ്മളത് കണ്ടില്ലേ? മലപ്പുറം സമ്മേളനത്തിന് മദനിയും പിണറായി വിജയനും അച്യുതാനന്ദനും ഒരുമിച്ച് പങ്കെടുക്കുന്ന രാഷ്ട്രീയ സമ്മേളനം മലപ്പുറത്തുണ്ടായില്ലേ? ആ ഇലക്ഷനിൽ ഒരുമിച്ചല്ലേ നേരിട്ടത്? PDP-യുമായി ചേർന്നുകൊണ്ടല്ലേ ഒരുമിച്ച് ഇലക്ഷനെ നേരിട്ടത്? അപ്പോൾ അബ്ദുൽ നാസർ മദനിയെ പോലുള്ള തീവ്രവാദിക്ക് അനുകൂലമായി ഏകകണ്ഠേന പ്രമേയം പാസാക്കാനും അബ്ദുൽ നാസർ മദനിയെ ശംഖുമുഖം കടപ്പുറത്ത് 3 മണിക്കൂർ കാത്തുനിന്ന് MA ബേബിയെ പോലുള്ള രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കാനും അബ്ദുൽ നാസർ മദനിയെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ന്യായീകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന സ്ഥിതിയിലെത്തുമ്പോൾ ഈ തീവ്രവാദത്തിന് സൈദ്ധാന്തികമായ പിന്തുണ കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന തിരിച്ചറിവാണ്. ഇന്ത്യയിലുള്ള മുഴുവൻ രാഷ്ട്രീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളും കേരളത്തിലേക്ക് കേരളത്തിലേക്ക് താവളം അന്വേഷിച്ചു വരുന്നത്. ഇവിടെ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞു 17 പേര് തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്തു, 19 പേര് UP-യിൽ അറസ്റ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇത്തവണത്തെ ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കിഷൻ റെഡ്ഡി അവതരിപ്പിച്ച ഒരു കണക്ക് പറയാം. റെജി ലൂക്കോസ് ഇപ്പൊ അവതരിപ്പിച്ച 45 കേസുകൾ ISIS-ുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഭൂരിഭാഗം കേസുകളും കേരളത്തിൽ നിന്നുള്ള കേസുകളാണ്. 212 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് കിഷൻ റെഡ്ഡി ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറയുകയുണ്ടായി. അപ്പൊ കേരളത്തിൽ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, ലോകത്തിലേക്ക് തീവ്രവാദികളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ശ്രീ റെജി ലൂക്കോസ്, എങ്ങനെയാണ് ഇത്തരം ഒരു വിമർശനങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? കാരണം നമുക്ക് മുന്നിൽ ഈ ഭീകരതയുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പാനായിക്കുളം ഭീകരവാദ കേസ്, വാഗമൺ സിമി ക്യാമ്പ്, കനകമല IS പരിശീലന ക്യാമ്പ്, ഏറ്റവും ഒടുവിലിതാ ഈ പെരുമ്പാവൂരിൽ നിന്നും 3 അൽ-ഖ്വയ്ദ ഭീകരരെ പിടികൂടിയ ഒരു അവസ്ഥ കൂടി. ഇതൊക്കെയും നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേവലം ഒരു രാഷ്ട്രീയ ചർച്ചയായി വിലയിരുത്തേണ്ട ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഓരോരുത്തരെയും നമ്മൾ വ്യക്തിപരമായും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ കൃത്യമായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ടോ? ശ്രീ അജയ് തറയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡിന് ഒരു തലവനില്ല. ഒരുപാട് ഉപദേശകരുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്. പക്ഷേ ഒരു ഭീകരതയെ തടയിടാൻ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഒരു നാഥനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഭീകരത നമ്മുടെ മണ്ണിൽ തഴച്ചു വളരാതിരിക്കുക? എന്ത് മറുപടിയാണ് താങ്കൾ നൽകുക? സുരേഷ്, എനിക്ക് അർഹതപ്പെട്ട സമയം തരണം.
ഞാൻ എന്റെ പ്രിയ സുഹൃത്ത് RB ബാബുചേട്ടന്റെ ഒരു ആരോപണത്തിനും എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയോട് തന്നെ ഇവർക്ക് 3 പേർക്ക് മറുപടി പറയണം. അത് ആ മറുപടികൾ എന്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഗിവ് മീ മൈ ഓൺ ടൈം. ഞാൻ പറഞ്ഞു വരുന്നത് RB ബാബുചേട്ടനോട് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ എന്തുകൊണ്ട് കേരളം നിരോധിക്കുന്നില്ല ചോദ്യത്തിനോട് ചോദിച്ചു. പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് കർണാടകയിലാണ്. ഈ സമീപകാലത്ത് തന്നെ അവരുടെ പ്രവർത്തനങ്ങളുടെ തിക്താനുഭവങ്ങൾ കർണാടക സർക്കാർ അനുഭവിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കർണാടക സർക്കാർ ഇതിനെ നിരോധിക്കുന്നില്ല? ഇനി പോട്ടെ, കേന്ദ്ര സർക്കാർ നിരോധിക്കാമല്ലോ. കേന്ദ്ര സർക്കാർ അല്ലേ, അന്നത്തെ കേന്ദ്ര സർക്കാരല്ലേ CBI നിരോധിച്ചത്? RSSനെ നിരോധിച്ചിട്ട് പിന്നെ ആ നിരോധനം എടുത്തു കളഞ്ഞ ആ കേന്ദ്ര ഗവൺമെന്റില്ലേ? എന്തുകൊണ്ടാണ് നിരോധിച്ചോളാം? നിങ്ങൾ കേരള സർക്കാരിന് മുമ്പിൽ വിരളിച്ചുകൊണ്ടത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി 3 പേര് കൃഷ്ണകുമാർ സാറിനെ ഞാൻ മാറ്റുന്നു. ഇവർ 2 പേര് സംസാരിച്ചിരുന്നത് രാഷ്ട്രീയമുണ്ട്. ഇതിനകത്ത് ഇടതുപക്ഷ രാജ്യത്തിലുള്ള സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനും തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയാനുള്ള വളരെ വളരെ എന്താ പറയുക പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സമീപനം അവരെടുത്തത്. ബാബുചേട്ടന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നിലപാടുകളൊന്നും ഞാനെതിരല്ല, ഞങ്ങൾ ആരും എതിരല്ല. അതുകൊണ്ട് അടിവരായിട്ട് പറയുന്നു. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ എടുത്തപോലെ തീവ്രവാദികൾക്കും ദേശവിരുദ്ധർക്കും എതിരെ എടുത്ത ഒരു നടപടി ഇതിനു മുമ്പ് കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല. പണ്ട് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പിന്നെ വയനാട്ടിലെ പിന്നെ നക്സൽബാരികൾക്കെതിരെയാണ് ഒരു തീവ്രമായ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിന്റെ ഗുണം നമ്മൾ ഇന്നും അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഈ കേരളം ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒന്ന് ഇടപെടുകയാണ്. നിങ്ങൾ ഒരുപാട് നടപടി എടുത്തു എന്ന് പറയുന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഏറ്റവും ഒടുവിൽ ശ്രീ RB ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന ഒരു ചെറുപ്പക്കാരൻ SFI നേതാവ് പിടഞ്ഞു വീണപ്പോൾ അതിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യാനും നടപടികളിലേക്ക് കൊണ്ടുവരാനും പോലും ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് അവകാശവാദമാണ് ഈ സർക്കാരിന് നടത്താൻ കഴിയുക? സുരേഷ്, ഞാൻ ഈ ചർച്ച ചെയ്തിരിക്കുന്ന ഈ ഇവര് പറയുന്ന രാഷ്ട്രീയത്തിന് ഇവര് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനാണല്ലോ എന്നെ വിളിച്ചത്. അപ്പൊ സുരേഷ് തന്നെ ഇടപെടുന്നത് അല്ല, സ്വാഭാവികമായ ഒരു സംശയം ഉയർന്നു വന്നതുകൊണ്ടാണ്. അല്ല, ആ സ്വാഭാവിക സംശയം ഞാൻ പറഞ്ഞു തീർക്കും. നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു 3 പേര് സംസാരിച്ച് ഇടപെട്ടില്ലല്ലോ. അത് ശരിയല്ല സുരേഷ്. കാരണം ജനങ്ങൾ കാണുന്നില്ലേ? സംസാര സ്വാതന്ത്ര്യം അനുവദിക്കൂ. ഞാൻ സുരേഷിന്റെ സുഹൃത്താണ്, ഞാൻ പറയട്ടെ, പറയാം. എന്ത് നടപടിയാണ് സ്വീകരിച്ചതിലേക്ക് ഞാൻ വരുന്നത്. വയനാട്ടിലും അട്ടപ്പാടിയിലും പോലീസിനും തണ്ടർബോൾട്ടിനെതിരെ തോക്ക് ചൂണ്ടി ആക്രമിക്കാൻ തുടങ്ങിയ അവരെ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ഇവിടുത്തെ ഈ അജയ് പാർട്ടി ഉൾപ്പെടെയുള്ള UDFന്റെ സഖ്യകക്ഷികളും കേരളത്തിൽ അഴിച്ചുവിട്ട അവരെ വെടിവെച്ച് വീഴ്ത്തിയതിനെതിരെയുള്ള പ്രകടനങ്ങളും ഈ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും ബാബുചേട്ടന്റെ ഞാൻ അജയ് ചോദിക്കുന്നില്ല. അവരെന്നും തീവ്രവാദ സമീപനത്തോടുള്ള സാമീപ്യം അവരുടെ കൂറ് എന്താന്നുള്ളത് ദേശീയ തലത്തിൽ ഞാൻ പറയാം. ഞാൻ എന്റെ മനസ്സിൽ ഒരുക്കി കഴിഞ്ഞു. അത് ഈ സംസ്ഥാന സർക്കാരല്ലേ ചെയ്തത്? നിങ്ങൾ ആലോചിക്കേ. ഇപ്പൊ കോഴിക്കോട് 2 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. UAP ചാർത്തി അറസ്റ്റ് ചെയ്യുന്നത് NIA അല്ല, സംസ്ഥാന സർക്കാർ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AB ജോർജിന്റെ അണ്ടറിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ട്രാക്കോട് തന്നെ 6 പിന്നെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ അദ്ദേഹം റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഞാൻ കണക്കെടുപ്പ് അവതരിപ്പിക്കണോ അദ്ദേഹത്തിന്റെ പൂന്ത്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും? അപ്പൊ അത് ഞാൻ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അതിനെതിരെ ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങളുണ്ടായി. തീർച്ചയായിട്ടും BJP അതിനെ പിന്തുണച്ചതാണ് ആ അറസ്റ്റിനെ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് എന്തോരം മോശമായിട്ട് സംസാരിച്ചു. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്ക് കൃത്യമായ വ്യവസ്ഥയിലൂടെ ജാമ്യം കൊടുത്തത്. ഇനി ഞാൻ കോൺഗ്രസ് ഇവിടെ UDF സർക്കാർ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല, അവരുടെ സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ അവകാശവാദപ്പെടുമ്പോൾ എന്തൊരു അത്ഭുതമാണ്. ഈ രാജ്യത്ത്, ഈ മഹാരാജ്യത്ത് 66 പതിറ്റാണ്ട് ഭരിച്ച നിങ്ങളാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളം കൊടുത്തത്. ഖാലിസ്ഥാൻ മാത്രം ഏറ്റവും വലിയ ഉദാഹരണം. പിന്ദ്രൻ ബാലയ്ക്ക് അയാളെ പിന്തുണച്ച് അയാളെ പടർന്നു വന്നിരിക്കാൻ അനുവദിച്ചു അവസാനം തലയ്ക്ക് കയറി ചൊറിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യനെ ഒരു നിവൃത്തിയില്ലാണ്ട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ ആ പരിപാവനമായ സുവർണക്ഷേത്രത്തിന് താഴെക്കുടങ്ങളിൽ വെടിവെച്ചിട്ട് ഇയാളെ കൊന്നു കളഞ്ഞത്. ഇനി അപ്പുറത്തേക്ക് പോണോ? നിങ്ങളല്ലേ പഞ്ചാബിലെ നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിവെച്ചു വന്ന് 2 സിഖുകാരാണെന്നുള്ള വഴി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേരെയാണ് ഈ രാജ്യത്ത് കൂട്ടക്കൊല നടത്തിയത്? അതിന്റെ പിന്നിൽ നിങ്ങൾ മതപരമായിട്ടുള്ള വിദ്വേഷമില്ലേ? ഖാലിസ്ഥാൻ ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ കൂട്ടക്കൊല നടത്തിയത്? ഇനി ബാബുചേട്ടനോട് പറയാം, ഗുജറാത്ത് കലാപത്തിൽ ആരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്? ഹിന്ദു തീവ്രവാദികളല്ലേ? ഒരു സർക്കാർ മൗനം മാറ്റി പാലിച്ചുകൊണ്ട് സംജോത എക്സ്പ്രസിന്റെ ചരിത്രം പറയൂ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു സമൂഹത്തിനെ മാത്രം നമ്മൾ ഉന്നം വെച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വെള്ളം പൂശരുത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും നമ്മൾ അതിനെ എതിർക്കണം, ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞ കണക്ക് കറക്റ്റാ. ഞാൻ നോക്കിയിട്ട് തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത്. കേരളത്തിലേക്കാളും കൂടുതലും തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന യുവാക്കളെ അറസ്റ്റ് ചെയ്ത് കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്, കർണാടക, UP സർക്കാരുകളിലാണ്. അപ്പൊ അവിടെ ഇവർക്ക് താവളങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ടോ? അവിടെ ഒന്നും CPM അല്ല ഭരിക്കുന്നത്.
അപ്പൊ അത് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഇതിന്റെ പേര് രാഷ്ട്രീയം കാണരുത്. തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ ഇപ്പൊ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടൊക്കെ ഒരുപാട് പേരെ അതിനകത്ത് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഭാവിച്ചാണ് ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം പറയാം. സിറിയയിൽ 2,70,000 അസീദി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. കൂട്ടക്കുരുതിന് ശേഷം 26,000 ഇന്നലത്തെ റിപ്പോർട്ട് ഞാൻ വായിച്ച 26,600 പേരെ ആ വിഭാഗത്തിൽപ്പെട്ടവർ ജീവിച്ചിട്ടുള്ളൂ. IS തീവ്രവാദികൾ കനാലുകളിൽ ഇറക്കി നിർത്തിക്കൊണ്ട് മണ്ണിട്ട് ബുൾഡോസർ കയറ്റി കൊല്ലുമായിരുന്നു ഈ വിഭാഗത്തെ. അങ്ങനെ എവിടെയെല്ലാം അമേരിക്കയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണങ്ങൾ, അതുപോലെ തന്നെ ഈ ഇന്ത്യക്കുള്ളിൽ തന്നെ ഹിന്ദു തീവ്രവാദികൾ നടത്തിയിട്ടുള്ള കൂട്ടക്കുരുതികൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾക്ക് തഴച്ചു വളരാൻ അവസരം കൊടുത്തതും നിസ്സംഗതയോട്. കാശ്മീരിലെ ചരിത്രം ഞാൻ അജയതരനോട് പറയുന്ന കാര്യമുണ്ട്. കാശ്മീർ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഞാനത് മംഗളപത്രത്തിൽ എഴുതിയിട്ടുണ്ട് 6 വർഷം മുമ്പ്. ആ യാത്ര മുഴുവൻ കാശ്മീരിനെ, അതായത് ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിനെ തലവേദനയുടെ ഒരു സംസാരമാക്കി മാറ്റിയതാരാ? അതിന് ചുക്കാൻ പിടിച്ചതാരാ? അതിനുള്ള അവസരം നമുക്ക് ചർച്ചയിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമാണ്.